Hi dear students. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെനഡീസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഓഫ് കനാൽസ് ആണ്. അപ്പോൾ അതിൽ രണ്ട് തരത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ്, രണ്ട് ടൈപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസൈൻ ആൻ ഇറിഗേഷൻ ചാനൽ ടു ക്യാരി എ ഡിസ്ചാർജ് ഓഫ് 50 ക്യുമെക്സ്. The channel is to be laid at a slope of 1 in 4000. The critical velocity ratio of the soil is 1.1. Use Cutter's rugosity coefficient as 0.023. സോ നമുക്ക് ആദ്യം തന്ന ഡാറ്റാസ് ഒന്ന് നോക്കാം. എന്തൊക്കെയുണ്ട്? ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 50 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ദെൻ ബോട്ടം സ്ലോപ്പ് എസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 1 in 4000 ആണ്. ദെൻ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ നമ്മൾ കഴിഞ്ഞ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എം എന്ന് പറഞ്ഞിട്ട് ടേം അല്ലേ, ആ എം ഇസ് ഇക്വൽ ടു 1.1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ എൻ വാല്യൂ, അതായത് കുട്ടേഴ്സ് റുഗോസിറ്റി കോഫിഷ്യൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എൻ ഇസ് ഇക്വൽ ടു 0.023. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ, ദാറ്റ് ഈസ് റെഗെയിം ചാനൽ ആവണമെന്നുണ്ടെങ്കിലുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ വി നോട്ട് എന്നിട്ട് പറഞ്ഞിരുന്നത്, മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ പ്രൊസീജിയർ പറഞ്ഞ സമയത്ത്. സോ വി നോട്ട് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? 0.055 ഇൻറ്റു 1.1 ഇൻറ്റു 2 റൈസ് ടു വി നോട്ട് ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ എത്രയാണ്? 0.55 ഇൻറ്റു എം ഇൻറ്റു വൈ റൈസ് ടു 0.64. 0.55 ഇൻറ്റു എം ഇൻറ്റു 0.64 പവർ വരുന്ന വൈയും അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് ഇക്വേഷൻ പറഞ്ഞിരുന്നത് വി നോട്ട് ഈസ് ഈക്വൽ ടു 0.55 എം ഡി റൈസ് ടു 0.64 എന്നായിരുന്നു. സോ അവിടെ ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോനെ ഇവിടെ തൽക്കാലം വൈ എന്നായിട്ട് എടുത്തു എന്ന് മാത്രം. അത് ജനറലി പറഞ്ഞപ്പോൾ ഡി എന്ന് ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. അത് എന്ത് ഡിനോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു? ഡെപ്ത് ഓഫ് ഫ്ലോനെ വൈ ആയിട്ട് എടുക്കുകയാണ്. സോ അവർ വി നോട്ട് ഈസ് ഈക്വൽ ടു 0.55 എം വൈ റൈസ് ടു 0.64 റെഗെയിം വെലോസിറ്റി ഓർ ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ. സോ അതിൽ നമ്മൾ എന്ത് ചെയ്തു? എമ്മിൻ്റെ വാല്യൂ 1.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഡെപ്ത്ത് അതാണ് അടുത്ത വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ്, അതായത് കെന്നഡീസ് തിയറി വെച്ചിട്ടുള്ള നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണ്, വെഡ്ത്ത് എത്രയാണ്, ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ട്രയൽ എടുക്കുന്നു, അത് വെച്ചിട്ട് കുറച്ച് കമ്പ്യൂട്ടേഷൻ ചെയ്യും, എന്നിട്ട് അതിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടിയാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീഡിസൈൻ ചെയ്യും, അങ്ങനെ പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ട്രയലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെപ്ത്ത് വൈ ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് എടുത്തു. y is equal to 2 meter എന്ന് എടുത്തു. സോ വി നോട്ട് ഈസ് ഈക്വൽ ടു 0.55 1.1 ഇൻറ്റു 2 റൈസ് ടു 0.64, ദാറ്റ് ഈസ് നമുക്ക് 0.942 എന്ന് കിട്ടി. 0.942 എന്ന് കിട്ടി നമ്മളെ വാല്യൂ, വി നോട്ടിൻ്റെ വാല്യൂ. നമ്മളെ ക്രിട്ടിക്കൽ നോൺ സ്കോറിംഗ് ആൻഡ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി നമുക്ക് 0.942 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓർ ഇൻ അതർ വേർഡ്സ് ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡിസ്ചാർജ് ബൈ വെലോസിറ്റി. സോ ക്രോസ് സെക്ഷൻ ഏരിയ എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി നോട്ട്. ക്യൂ നമുക്ക് ആൾറെഡി അറിയാം 50 ആണ്, 50 അല്ലേ. അപ്പോൾ ക്യൂ ബൈ വി നോട്ട്, അപ്പോൾ നമുക്ക് എന്ത് വരും? 50 ബൈ 0.942, ദാറ്റ് ഈസ് 53.1 മീറ്റർ സ്ക്വയർ ആണ് എന്ത് ക്രോസ് സെക്ഷൻ ഏരിയ നമ്മുടെ ചാനലിന് ഇത് പ്രകാരം വേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കെനഡീസ് തിയറം പ്രകാരമുള്ള പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷനാണ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സൈഡ് സ്ലോപ്പ് ഈസ് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ അല്ലേ. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ എങ്ങനെയാണ് ട്രപ്പിസോഡൽ സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കാണുക? ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി അല്ലേ, വേർ എൻ ഈസ് ദ സൈഡ് സ്ലോപ്പ്, ഡി ഈസ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ, ബി ഈസ് ദ ബോട്ടം വിഡ്ത്ത്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താണ്? ഹാഫ് ആണ്, ഓർ 0.5 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ ഡെപ്ത്തിന് നമ്മൾ വൈ എന്ന് എടുത്തു. സോ ഏരിയ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 0.5 വൈ ദെൻ ബ്രാക്കറ്റ് ഇൻറ്റു വൈ അല്ലേ. അപ്പോൾ ആ ഏരിയ ആൾറെഡി നമുക്ക് വാല്യൂ അറിയാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 53.1 ആണ് എന്ത് നമുക്ക് കിട്ടിയിരുന്ന ഏരിയ. സോ 53.1 ഈസ് ഈക്വൽ ടു നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്ത്ത് 2 ഇൻറ്റു ബി പ്ലസ് 0.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1. അതാണ് എന്ത് വന്നത്? 53.1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് 1. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 25.55 മീറ്റർ എന്ന് കിട്ടി ബോട്ടം വിഡ്ത്ത്. ഓക്കെ, ദെൻ വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ബി പ്ലസ് 2d ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർ എൻ ഈസ് ദ സൈഡ് സ്ലോപ്പ് ആൻഡ് ഡി ഈസ് ദ ബോട്ടം ഡെപ്ത് ഓഫ് ഫ്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണ്? വൈ ആയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അറ്റ് ഈസ് ടേക്കൺ ആസ് 2 മീറ്റർ അല്ലേ. ദെൻ എൻ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്ലോപ്പ് ഹാഫും ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് 30.03 മീറ്റർ എന്ന് കിട്ടും എന്ത്? വെറ്റഡ് പെരിമീറ്റർ. സോ ഹൈഡ്രോളിക് റേഡിയസ് എത്ര വരും? ഹൈഡ്രോളിക് മീൻ ഡെപ്തിന് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ത് വരും? hydraulic mean depth capital R is equal to A by P, that is
53.1 ഡിവൈഡ് ബൈ 30.03 ദാറ്റ് 1.77 മീറ്റർ എന്ന് കിട്ടും. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് 6. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്ച്വൽ മീൻ വെലോസിറ്റി ആയിട്ടുള്ള വി കമ്പ്യൂട്ട് ചെയ്യാണ്. നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നു കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കറിയാം ചെസീസ് ഇക്വേഷൻ, മാനിങ്സ് ഇക്വേഷൻ, ബേസിൻസ് ഫോർമുല, കുട്ടേഴ്സ് ഫോർമുല, അങ്ങനെ കുറേ ഫോർമുല നമ്മൾ FM പഠിച്ചിട്ടുണ്ട്. അതിൽ കുട്ടേഴ്സ് ഇക്വേഷൻ, കുട്ടേഴ്സ് ഫോർമുലയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കെനഡീസ് തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ V = C√RS എന്നുള്ള ഇക്വേഷൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അതിൽ C എന്ന് പറഞ്ഞ ടേമിന് പകരം വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വലിയ ഇക്വേഷൻ വരുന്നത്. സോ അവിടെ കുട്ടേഴ്സ് റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, അവിടെ നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മതി. 1/n അങ്ങനെ പോകുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടി ആക്ച്വൽ മീൻ വെലോസിറ്റി ഈസ് 1.016 മീറ്റേഴ്സ്. പക്ഷെ നമുക്ക് കിട്ടിയ V0 എത്രയായിരുന്നു, 0.942 ആയിരുന്നു. അപ്പോൾ അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ, ഒരു 0.1 ഡിഫറൻസ് വരുന്നുണ്ട്, അതിനേക്കാളും ഡിഫറൻസ് വരുന്നുണ്ട് ഏകദേശം അല്ലേ. 0.1 എന്തായാലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും വളരെ അടുത്ത വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ഒഴിവാക്കാം. ആക്ച്വലി സെയിം വരണമെങ്കിലും വളരെ മൈന്യൂട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓക്കെ ഡിസൈൻ ഓക്കെ എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഡിഫറൻസ് ഉണ്ട്. നമ്മൾക്ക് കിട്ടിയ ആക്ച്വൽ മീൻ വെലോസിറ്റി വിയും ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിങ് കണ്ടീഷനും രണ്ടും തമ്മിൽ വിയും V0 തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ട് അല്ലേ. V ഈസ് ഗ്രേറ്റർ ദാൻ V0. അപ്പോൾ നമുക്ക് V0 ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് റിഗെയിൻ വെലോസിറ്റി സ്മാളർ ആയതുകൊണ്ട് അതിനെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഈക്വൽ ആക്കലാണ്. വിയും V0 തമ്മിൽ ഈക്വൽ ആക്കി മാറ്റലാണ് നമ്മൾ ആവശ്യം. സോ അത് രണ്ടും ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, V0 ഇൻക്രീസ് ചെയ്യണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, വിയും V0 ഈക്വൽ ആവുള്ളൂ. ഈക്വൽ ആവുന്ന സിറ്റുവേഷനിലുള്ള ഡെപ്തും ബ്രെഡ്ത്തൊക്കെയാണ് എന്ത് നമ്മുടെ ഡിസൈൻ പ്രകാരമുള്ള നമ്മുടെ ഡിസൈൻ റിസൾട്ടായിട്ട് വരുന്നത്. സോ സിൻസ് ദ റിഗെയിൻ വെലോസിറ്റി ഈസ് സ്മോളർ വി ഹാവ് ടു ഇൻക്രീസ് ഇറ്റ് ബൈ ചേഞ്ചിങ് ദ ഫ്ലോ ഡെപ്ത് അക്കോർഡിംഗ്ലി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 2 മീറ്റർ എടുത്ത ഫ്ലോ ഡെപ്ത് നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ ട്രയലാണ്, ഇത് 2.7 എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് 2.5 എടുത്ത് നോക്കാം. ഏതിലാണോ സൂട്ടാവണം അതിനനുസരിച്ചുള്ള ഡിസൈൻ എന്ത് ചെയ്യും നമുക്ക് കിട്ടും. ആ ഡിസൈനറുടെ ചോയ്സാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു ട്രയലായിട്ട് സെക്കൻഡ് ട്രയലായിട്ട് നമ്മൾ എടുക്കുന്നത് 2.7 മീറ്ററാണ് എന്ത് ചെയ്യുന്നത്, ഡെപ്ത് എടുക്കുന്നത് 2.7 മീറ്റർ. സോ അവർ V0 = എന്താണ് ഇക്വേഷൻ 0.55 ഇൻറ്റു 1.1 ഇൻറ്റു 2.7 0.64. അപ്പോൾ നമുക്ക് കിട്ടി V0 = 1.14 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അതായത് നമ്മുടെ പുതിയ ഡെപ്ത് യൂസ് ചെയ്തിട്ട് വരുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ ഈസ് 1.14 മീറ്റർ പെർ സെക്കൻഡ്. ഇനി പഴയ പ്രൊസീജിയറിൽ തന്നെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടു. അപ്പോൾ നമ്മൾ അടുത്തത് അതായത് ഏരിയ എങ്ങനെ കാണുക, Q/V0 അല്ലേ, ഡിസ്ചാർജ് ഡിവൈഡ് ബൈ V0 കണ്ടു. അപ്പോൾ 50/1.14 നമുക്ക് 43.86 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി നമ്മുടെ പുതിയ ഏരിയ. ഓക്കെ, അത് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഏരിയയുടെ ഇക്വേഷനിലേക്ക് അതായത് ഏരിയ = BD + ½ D² എന്നുള്ള ഇക്വേഷനിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെയ്യുന്നു 43.86 നമ്മളെ ഏരിയ = ഡെപ്ത്ത് 2.7 ഇൻറ്റു B + N ഇൻറ്റു D എന്നുള്ള ഇക്വേഷൻ. നമ്മൾ B + ND ഇൻറ്റു D എന്നാണല്ലോ ഇക്വേഷൻ ഏരിയ കാണാനല്ലേ ട്രപ്പിസോയിഡൽ സെക്ഷൻ. അപ്പോൾ 2.7 നമ്മുടെ ഡെപ്ത്ത് ഇൻറ്റു B + നമ്മളെ N അല്ലെങ്കിൽ സ്ലോപ്പ് സൈഡ് സ്ലോപ്പ് ½ ഇൻറ്റു വീണ്ടും ഡെപ്ത്ത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 14.89 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. 14.89 മീറ്റർ എന്ന് കിട്ടി നമ്മുടെ പുതിയ ബോട്ടം വിഡ്ത്ത്. ദെൻ നമ്മൾ വെറ്റഡ് പെരിമീറ്റർ കണ്ടു B + √5 ഇൻറ്റു ഡെപ്ത്ത്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പുതിയ നമുക്ക് കിട്ടിയ ബിയും അതുപോലെ ഡെപ്ത്തും എന്ത് ചെയ്യുക, നമ്മൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20.93 കിട്ടി. 20.93 നമ്മുടെ പുതിയ വെറ്റഡ് പെരിമീറ്റർ. ദെൻ നമ്മൾ പുതിയ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത് കാണാണ്. R = A/P 43.86 ഡിവൈഡ് ബൈ 20.93 ചെയ്യുമ്പോൾ നമുക്ക് 2.09 കിട്ടും. നമുക്ക് പുതിയതായിട്ട് കിട്ടിയ നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത് 2.09. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആക്ച്വൽ മീൻ വെലോസിറ്റി കാണുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, S ഒക്കെ പഴയത് തന്നെയാണ്, പക്ഷേ നമ്മുടെ N വാല്യൂം പഴയതാണ്. മാറ്റം വരുന്നത് R വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടി 1.13 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ നമുക്ക് ഈ കേസിൽ അതായത് സെക്കൻഡ് ട്രയലിൽ നമ്മളെ V0 കിട്ടിയത് 1.14 ആയിരുന്നു. അതായത് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ 1.14 കിട്ടി.
ദെൻ ആക്ച്വൽ മീൻ വെലോസിറ്റി 1.13 കിട്ടി. അപ്പോൾ 0.01 വളരെ മൈന്യൂട്ടായ ഒരു വേരിയേഷൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദേ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എടുക്കുകയാണ്. ആക്ച്വലി എക്സാക്റ്റ് വരണമെങ്കിൽ നമുക്ക് പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, ഏകദേശം അടുത്തെത്തി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് എടുത്തു. സോ നമുക്കിപ്പോൾ കിട്ടിയ ബോട്ടം വിഡ്ത്തും ഡെപ്ത്തൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഡിസൈൻ പ്രകാരം കൊടുക്കേണ്ടത്. സോ പ്രൊവൈഡ് എ ബോട്ടം വിഡ്ത്ത് ഓഫ് 14.89 മീറ്റർ, ഫ്ലോ ഡെപ്ത് ഓഫ് 2.7 മീറ്റർ, സൈഡ് സ്ലോപ്പ് ഓഫ് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ, ദെൻ ബോട്ടം സ്ലോപ്പ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 1/4000. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഞാൻ വേറെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.